കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. രാധിക നല്ല പിളച്ചമയുന്നത് അവളുടെ മുഖംമൂടി മാത്രമാണ്. ആന്റിക്കും അങ്കിളിനും അവളിലുള്ള ആ വലിയ വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ളൊരു രഹസ്യമുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇന്ന് ആ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോയെ പറ്റി പറഞ്ഞതും രാധികയുടെ മുഖത്തെ ടെൻഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. അതെ, കല്യാണത്തിന് മുമ്പ് രാധിക കൈലാഷൻ ലെറ്റർ എഴുതിയപ്പോ കൂടി അവളുടെ മുഖത്തൊരു ഭയം ഞാൻ കണ്ടതാ. ആദ്യം അവളുടെ ആ ഫോട്ടോസൊക്കെ ഒന്ന് കിട്ടട്ടെ അച്ഛാ. എന്റെ മരുമോള് ഭയങ്കര നല്ല കുട്ടിയെന്ന് പറഞ്ഞു നടക്കുന്ന എന്റെ ആന്റിക്ക് രാധികയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളിവിടെ തന്നെ നിന്നാ ചേച്ചിക്ക് സംശയമാവും. വാ നമുക്ക് പോവാം. ഇവരാരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന കാര്യം ഒന്ന് പറയൂ മാഡം. ഇപ്പൊ എന്റെ കയ്യിലില്ലായിരിക്കാം സാർ, പക്ഷേ എന്റെ സിസ്റ്റത്തിൽ കാണും. അതെടുത്തോണ്ട് വന്ന് ഞാൻ കാണിക്കും. മോളെ രാധികേ, എന്താ പറ്റിയ മോളെ? മോൾ ഇപ്പോഴും ആ ഫോട്ടോഗ്രാഫറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ? അതൊക്കെ മറന്നേക്ക് മോളെ. പൂജ തുടങ്ങാൻ സമയമായി. വാ. എന്താ ഇത്? ഫോട്ടോഗ്രാഫർ അയക്കുമ്പോ നോക്കിയും കണ്ടും വേണ്ട അയക്കാൻ. ചെയ്യേണ്ട ജോലി ചെയ്യുന്നതിന് പകരം സത്യം എന്താണെന്ന് അറിയാതെ വായി തോന്നുന്നത് പോലെ വിളിച്ചു പറയാണോ? ക്ഷമിക്കണം മാഡം, ഞാൻ അല്പം ബിസി ആയതുകൊണ്ട്, എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. അയച്ചതൊക്കെ ശരി, പക്ഷെ പ്രോപ്പറായി നോക്കി വേണ്ടേ അയക്കാൻ. ഐ എം റിയലി സോറി മാഡം. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമസ്കാരം മാഡം. നമസ്കാരം പൂജാരി. ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞോ? പൂജയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം ആരംഭിക്കാം. മാഡം വന്നാ മതി, പൂജ ആരംഭിക്കാം. ശരി, വരൂ മോളെ രാധിക, വരൂ. വാ മോളെ. ओम श्रीमन्महागणाधिपते नमः। महालक्ष्मी देवताभ्यो नमः। श्री गुरुभ्यो नमः। महासरस्वत्यै नमः। सर्वे देवताभ्यो नमः। रमा सत्यनारायण स्वामिने नमः। ओम गणानां त्वा गणपतिं हवामहे कविं कवीनामुपस्थितम् ज्येष्ठराजं ब्रह्मणां ब्रह्मस्पदानसुन्दरसादरम् गुरुब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। महासरस्वत्यै അപ്പോഴേ മഞ്ഞളും കുങ്കുമവും എടുത്ത് അർച്ചന ചെയ്തോളൂ. ഓം ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ദാസീഭൂത സമസ്തദേവനിതാം ലോകൈകദീപാം ത്വാം ത്രൈലോക്യകുതും വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതാത്മാ ഭൂതഭാവനഃ ഭൂത ആത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ पादोऽस्य विश्वाभूतानि त्रिपादस्यामृतं दिवि त्रिपादोर्भोदय पुरुषः पादोऽस्येह भवात् पुनः हरिः ओम ओम श्री महागणाधिपते नमः तच्छय्या वृणीमहे गातुं यज्ञाय गातुं यज्ञपते ओम शांति 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 अयं मुहूर्तस्तु मुहूर्तस्तु മോളെ പൂ എടുത്ത് അർച്ചന ചെയ്തോളൂ. अक्षतान् पुष्पान् समर्पयामि। रमा सत्यनारायण स्वामिने नमः। ओम क्षीरोदन्वत्प्रदेशे शुचिमणिविलसत्सैकते मोक्तिकाराम्
മുഹൂർത്തസ് മുഹൂർത്തോസ്തു. മോളെ പയ്യന് കങ്കണം കിട്ടിക്കോളൂ. മോളെ പയ്യന്റെ വലത് കൈയിൽ കെട്ടിക്കോളൂ. മോൻ കുട്ടിയുടെ ഇടത് കൈയിലും കെട്ടിക്കോളൂ. മോനെ കുട്ടിയുടെ ഇടത് കൈയിൽ കെട്ടിക്കൊടുത്തോളൂ. മോളെ ഞാനിപ്പോ മഹാപൂജയുടെ വ്രതത്തെക്കുറിച്ചുള്ള കഥ പറയാം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടുകൂടി കഥ കേട്ടോളൂ. ഇതോടെ വ്രതത്തിന്റെ കഥ പൂർണ്ണമായി. മോളെ ഭഗവാന് നാളികേര പൂജാരി, തേങ്ങ രാധിക തന്നെ ഉടയ്ക്കണോ അതോ രാധികയെ കഷ്ടപ്പെടുത്താതെ ഞാൻ ഉടച്ചാൽ മതിയോ? ഭാര്യ ഭർത്താക്കന്മാരായാൽ എല്ലാം തുല്യമായി പങ്കിടണം. രണ്ടുപേരും ചേർന്ന് നാളികേരം ഉടച്ചോളൂ. നാളികേരം ഉടയ്ക്കുമ്പോ ചേച്ചിയുടെ കൈ വേദനിക്കുമെന്നോർത്ത് മുതലാളിക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു.
അമ്മേ, തേങ്ങയിൽ പൂ മുളച്ചിരിക്കുന്നു. എല്ലാവരും ഭഗവാനെ ധ്യാനിച്ചോളൂ. ഓം ഹിരണ്യവർണാം ഹരണീം സുവർണരജതസ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മമാവഹ താം ആവഹ ജാതവേദോ ലക്ഷ്മീം അനുപഗാമിനീം യസ്യാം ഹിരണ്യം വിന്ദേയം കാമശ്വം. പൂജാരി, നവദമ്പതികളെ കൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചോളൂ. അതിന് പൂജ കഴിഞ്ഞല്ലോ ആന്റി. ഇനി അടുത്തത് എന്തായാലും പ്രസാദം വിതരണമല്ലേ? അല്ല മോളെ, ഭഗവാന്റെ രൂപം ഞാൻ പാൽക്കുടത്തിൽ നിക്ഷേപിക്കും. നവവധൂവരന്മാർ 3 തവണ അത് വെളിയിലേക്ക് എടുക്കണം. ആരാണോ കൂടുതൽ തവണ എടുക്കുന്നത് അവർക്കായിരിക്കും അധികാരം. എങ്കിൽ പിന്നെ എന്റെ ചേച്ചി തന്നെ ജയിക്കും. എന്റെ ചേച്ചി തന്നെ മുന്നിട്ട് നിൽക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. എടുക്ക് ചേട്ടാ, അത് നമ്മൾ എടുക്കണ്ടേ? എടുക്ക് ചേട്ടാ, Come on, എടുക്ക് ചേട്ടാ, എടുക്ക് പെട്ടെന്ന് എടുക്ക്, പെട്ടെന്ന്. എടുക്ക് മോളെ, രാധിക ചേച്ചി, പെട്ടെന്ന് എടുക്ക്. ചേച്ചി, പെട്ടെന്ന്, ചേച്ചി, പെട്ടെന്ന് എടുക്ക് ചേട്ടാ. പെട്ടെന്ന് എടുക്ക്. എടുക്ക് ചേച്ചി. പെട്ടെന്ന് എടുക്ക്. കൈ എടുക്കല്ലേ? പെട്ടെന്ന് എടുക്ക്, പെട്ടെന്ന് എടുക്ക് മോളെ. എന്റെ പൊന്നു മോളെ. ചേച്ചി. ആ, വേഗമാട്ടെ, വേഗമാട്ടെ. എടുക്ക്, എടുക്ക്, എടുക്ക്. മിടുക്കി. ഇനി 2ാം തവണ നിക്ഷേപിക്കാം. ആരാണ് എടുക്കുന്നതെന്ന് നോക്കട്ടെ. എടുക്ക, come on, come on. എടുക്കടാ ചേച്ചി, എടുക്ക്. ചേച്ചി, ചേട്ടൊന്ന് മര്യാദക്ക് എടുക്കാൻ വയ്യായിരുന്നോ? 2 തവണ തോറ്റില്ലേ? ഇത്തവണയെങ്കിലും എടുക്കണം കേട്ടോ. 3ാം തവണ നിക്ഷേപിക്കുകയാണ്. ആരാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇത്തവണയെങ്കിലും നീ എടുക്ക്. മൂന്ന് തവണയും എന്റെ ചേച്ചി തന്നെ എടുത്തത്. ഇനി ഭരിക്കുന്നത് എന്റെ ചേച്ചിയായിരിക്കും. പ്രിയ, തെറ്റാണ് മോളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു മരുമകൾ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണോ അത് മാത്രമായിരിക്കും ഞാൻ ഇവിടെ ചെയ്യുക. പൂർണ്ണ അധികാരവും ഉത്തരവാദിത്വവും എല്ലാം അമ്മയുടേത് മാത്രമായിരിക്കും. ചെക്ക് ഞാൻ ഉടനെ ഒപ്പിട്ടയക്കാം. ആ ഡീൽ എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ കിട്ടണം. ഓക്കെ, അയച്ചേക്കാം. ഏട്ടാ, കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. പൂജ ആയതുകൊണ്ട് ഓഫീസിൽ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ആവട്ടെ. സന്തോഷമായിട്ടിരിക്കണേ മോളെ. പോയിട്ട് വരട്ടെ മോനെ. പോയിട്ട് വരച്ചാ. മോളും അമ്മയും പിന്നീട് വന്നാ മതി. ശരി അച്ഛൻ.
രാധികേ, ഒരു മരുമകളുടെ ഉത്തരവാദിത്വത്തിൽ എന്റെ മനസ്സ് വളരെയധികം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക മോളെ. സ്വന്തം മോള് പ്രണയിച്ച പയ്യനെ വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ വന്ന ആലോചനയ്ക്ക് നീ സമ്മതം മൂളിയില്ലേ? ഇനിയുള്ള നിന്റെ കുടുംബജീവിതത്തിൽ ആ പ്രണയത്തിന്റെ വേദന പിന്തുടരുമെന്ന് എനിക്ക് പേടിയുണ്ട് മോളെ. ആ പ്രണയത്തിന്റെ വേദന ഇനി നിന്റെ കുടുംബജീവിതത്തിലേക്ക് വരില്ലെന്ന് നീ എനിക്ക് എത്ര വാക്ക് തന്നാലും നിന്റെ മനസ്സിൽ നിന്നത് പൂർണ്ണമായിട്ട് മാറുമെന്നുള്ള സംശയം നിഴല് പോലെ അതെന്നെ പിന്തുടരുന്നു മോളെ. അതുപോലെ നീ നിന്റെ അമ്മായിയമ്മയോട് കാട്ടുന്ന സ്നേഹവും നിന്റെ ഭർത്താവിനോട് കാണിക്കുന്ന ബഹുമാനവും ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു പേടിയും തോന്നുന്നില്ല മോളെ. നീ ആ വാക്ക് പാലിച്ചതുകൊണ്ട് എനിക്ക് ധൈര്യം കിട്ടി മോളെ. എന്തു പറ്റി രാധികെ? നിന്റെ മനസ്സിലെന്തോ ഉള്ളതുപോലെ തോന്നുന്നു. അപ്പൊ നീ ആ പയ്യനെ ഇതുവരെ മറന്നിട്ടില്ലേ മോളെ? നീ മനഃപൂർവ്വം സന്തോഷം അഭിനയിക്കുന്നതാണോ? എങ്ങനെ എനിക്ക് സന്തോഷമായി ഇരിക്കാൻ കഴിയും അമ്മേ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ പ്രണയം കഴിഞ്ഞ അധ്യായമാണെന്ന് കരുതി ഓർമ്മയിൽ പോലും കഴിഞ്ഞകാല ചിന്തകളൊന്നും കാണില്ലെന്ന് പറഞ്ഞിരുന്നല്ലേ? പ്രണയം നിന്റെ കുടുംബജീവിതത്തിലേക്ക് ഒരു പ്രശ്നമായി വരില്ലെന്ന് പറഞ്ഞിരുന്നല്ലേ? ഇപ്പൊ സന്തോഷവതിയില്ലെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? ഞാൻ കടമകളെല്ലാം നിർവഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നതുകൊണ്ട് എന്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ട് അമ്മയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ്, എന്റെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അതെന്നെ പിന്തുടരുകയാണ്. ആ വേദന എന്റെ മനസ്സിനല്ലാതെ വേറൊരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക? നല്ലതും ചീത്തയും നോക്കി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഭാവിയെക്കുറിച്ച് വ്യാകുലതപ്പെട്ടാൽ പ്രണയം ഉണ്ടാവില്ല അമ്മേ. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളോടൊപ്പം സന്തോഷമായി ഇരിക്കാൻ പറ്റും. ജീവിതത്തിനൊരു സുരക്ഷയുണ്ടാവും. സുഖദുഃഖങ്ങൾക്ക് ഒരു തുണയുണ്ടാവും. അങ്ങനെ ഒരു വിശ്വാസം മനസ്സിലുണ്ടായാൽ പ്രണയം ഉണ്ടാകും അമ്മേ. ആ ഒരു കാഴ്ചപ്പാടിൽ ആകാശത്തോളം പ്രണയം നമ്മിൽ പൂത്തുലയും. ആ സന്തോഷത്തിൽ വളരെ പരിശുദ്ധമായ സ്നേഹം നമ്മുടെ ഹൃദയത്തെ അത് പരിശുദ്ധമാക്കും. ഓരോ ദിവസവും നമ്മളോട് കാണിക്കുന്ന ഈ കെയറിങ് സൂര്യപ്രകാശം പോലെ നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങും. അത്രയും ആഴത്തിലുള്ള സ്നേഹം ഞാൻ അവനിൽ കണ്ടു അമ്മേ. പ്രണയം ജനിക്കുന്നല്ലാതെ മരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ജീവൻ തന്ന എന്റെ അച്ഛന് വേണ്ടി ഞാൻ എന്റെ പ്രണയത്തെ കൊന്നു. അമ്മേ, പ്രണയത്തിന് ജന്മം കൊടുത്തത് ഭഗവാനാ. അതേ പ്രണയത്തെ കൊന്നിട്ട് തിരുത്താൻ പറ്റാത്തൊരു തലയിൽ എഴുത്ത് എന്തിനമ്മ എനിക്ക് തന്നത്? നമ്മുടെ കണ്ണീര് മാത്രമാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ പ്രണയം തകർന്നതിന് ശേഷം മനസ്സനുഭവിക്കുന്ന വേദന മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അമ്മ? ഓരോ ദിവസം വൈകുന്നേരവും അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോ
അടുത്ത ദിവസം രാവിലെ വരെ എനിക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന വേദനയോടെ തിരിച്ച് ഞാൻ കോളേജിലേക്ക് എത്തുന്നത് വരെ കാത്തു നിൽക്കുന്ന എന്നെ പ്രണയിച്ച അവന് ഇനി ഈ ജീവിതത്തിൽ ഞാൻ അവന്റേതല്ലെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും?